ഇത് എൻ്റെ വെണ്ടയാണ്. ഈ വെണ്ടയുടെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഒരിക്കൽ കൃഷി ചെയ്ത് അതിൻ്റെ വിളവെടുത്തു കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് അതിൻ്റെ ശിഖരങ്ങൾ വെട്ടിക്കളഞ്ഞാൽ അതിൻ്റെ അടിയിൽ നിന്ന് ചുവട്ടിൽ നിന്ന് വീണ്ടും ശിഖരങ്ങളുണ്ടായി പിന്നെ വീണ്ടും നമുക്ക് ഇതിൻ്റെ കായ്ഫലം കിട്ടും. ഇത് വെണ്ടയ്ക്കും കത്തിരിക്കും ഇങ്ങനെ പറ്റുവേ. 2 or 3 പ്രാവശ്യം തന്നെ നമുക്ക് ഒരു വെണ്ടയിൽ നിന്ന് തന്നെ ഇഷ്ടംപോലെ നമുക്ക് വിളവെടുക്കാൻ സാധിക്കും. ഇതാണ്ടോ ഇത് രണ്ടാമത്തേതാണ്. ഇഷ്ടംപോലെ, അതായത് കൊമ്പൻ വെണ്ടയാണ്. ആദ്യത്തേതെല്ലാം ഞാൻ ഈ ശിഖരം വെച്ച് മുറിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതാണ്ടോ ആ മുറിച്ച് കൊടുത്തത് ഉണ്ട്. മുറിച്ച് മാറ്റിയപ്പോൾ അതിന് തൊട്ടടുത്ത് തന്നെ അടുത്ത ശിഖരങ്ങൾ വന്ന് കായ്ച്ചതാണ്. ഇതാ ഇഷ്ടംപോലെ കായ്ച്ച് നിൽപ്പുണ്ട്. ഇപ്പോഴും ഇഷ്ടംപോലെ ഉണ്ട്. ഇതാണ്ടോ ഇത് ഇനിയും നമുക്ക് ഈ ശിഖരങ്ങൾ മുറിച്ച് മാറ്റിയാൽ അടുത്ത് വീണ്ടും നമുക്ക് ഒരിക്കൽ കൂടെ നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് കായ്ഫലം കിട്ടും. ഇതാ കണ്ടോ നിറച്ച് നിൽക്കുന്നുണ്ടോ വെണ്ടയ്ക്ക, ഇഷ്ടംപോലെ ഉണ്ട്. ഇതാണ്ടോ ഇതെല്ലാം മുറിച്ച് വിട്ട ശിഖരത്തിൻ്റെ ചുവട്ടിൽ നിന്ന് വീണ്ടും അടുത്ത ശിഖരങ്ങൾ കിളിർപ്പുണ്ടായി അതിൽ നിന്ന് കായ്ച്ചതാണ്. ആദ്യം കായ്ച്ചതിൽ നിന്ന് അതിനെക്കാട്ടിയും വലിയ വെണ്ടയ്ക്കാണ് നമുക്ക് ഇപ്പോൾ രണ്ടാമത് കായ്ക്കുന്നത് കിട്ടുന്നത്. ഇതാണ്ടോ നല്ല കൊമ്പൻ വെണ്ടയ്ക്ക, നല്ല നീളമുള്ള വെണ്ടയ്ക്കയാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് വെണ്ട കൃഷി ചെയ്യുമ്പോൾ ഇങ്ങനെ ഒന്ന് നോക്കണം. നമ്മളൊക്കെ സാധാരണ ആൾക്കാർ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഈ മുകളിലത്തെ വലിയ ശിഖരം അങ്ങ് കായ്ച്ച് നിന്ന് കഴിഞ്ഞാൽ നമ്മൾ അതിനെ അങ്ങ് നശിപ്പിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. പക്ഷേ അങ്ങനെയല്ല, അതിൻ്റെ ചുവട് വെച്ച് വെട്ടിക്കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് അതിൽ നിന്ന് തന്നെ അടുത്ത ശിഖരങ്ങളുണ്ടായി നമുക്കിഷ്ടം പോലെ വീണ്ടും നമുക്ക് വിളവെടുക്കാൻ സാധിക്കും. അതൊന്ന് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതാണ്ടോ വെട്ടിവിട്ട ശിഖരത്തിൻ്റെ തൊട്ടടുത്ത ഇത് കാമ്പുകൾ ഇങ്ങനെ കണ്ടോ എടുത്ത് വന്നിരിക്കുന്നത് കണ്ടോ. കിളിർത്ത് വന്ന് അതിൽ തന്നെ കുഞ്ഞു കുഞ്ഞു കിളിർപ്പുകൾ പോലും ഇഷ്ടം പോലെ പൂക്കളും മൊട്ടുകളും വന്ന് നിൽക്കുന്നത് കണ്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങളെല്ലാവരും ഈ വെണ്ട കൃഷി ചെയ്യുമ്പോൾ ഇങ്ങനെ ഒന്ന് നോക്കണേ. ഓക്കെ.